ഗണപതയേ നമഃ. സംസരസ്വത്യയേ നമഃ. ശ്രീമൽദക്ഷിണാമൂർത്തയേ നമഃ. പരമാത്മനേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവദേ സാക്ഷിബോധം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സദ്ഗുരും തം നമാമി. സദ്ഗുരും തം നമാമി. ഓം ജനന്യൈ നമഃ. ഓം ജനകായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ശ്രീമഹാഗണപതയേ നമഃ. യാ കുന്ദേന്ദു തുഷാരഹാരധവളാം യാ ശുഭ്രവസ്ത്രാവൃതാം യാ വീണാവരദണ്ഡമണ്ഡിരകരാം യാ ശ്വേതപത്മാസനാം യാ ബ്രഹ്മച്യുതശങ്കരഭ്രമതിർ ദേവൈ സദം പൂജിതാം സാമാം പാതു സരസ്വതിം ഭഗവതീം നിശേഷജാഢ്യാപഹാം. ശ്രീ സരസ്വത്യൈ നമഃ. ശ്രീകൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീനന്ദനം സദാ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം മഹാമായേ ലോകം സൃഷ്ടിക്കുമംബികേ ശിവനിഷ്ടം കൊടുക്കുന്ന നിർഗുണേ ഭൂതനായികേ. ഭൂതങ്ങൾക്കൊക്കെയും നീതാൻ പ്രാണനാം പ്രാണികൾക്കു നീ ധീ ശ്രീ ക്ഷമ കാന്തി ശ്രദ്ധ ധൈര്യവും ഓർമ്മയും ഇമ്മൂന്നു ലോകമുളവാക്കുവതിൽ സമർത്ഥേ ഹേ കാരുണ്യശാലിനി അശേഷ ജഗത്തിനംബികെ ചോറ്റാനിക്കരയംബികെ ചോറ്റാനിക്കരയംബികെ. അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. പ്രത്യൂഷേ ജ്ഞാനദാതാം സകല മുനിജനർഹി ദക്ഷിണാമൂർത്തിദേവോ മധ്യാഹേ ബദ്ധമോദം ശബരപരവഭുസൗര്യമാഘേടകാരി സായം ശൈലേന്ദ്രകന്യാ നിബിഡകുജഭരാലങ്കിതാനന്ദിതാത്മാ സ്വയം വ്യാഘ്രാലയേശോ ദിശതു മമ സദാ മംഗളം മംഗളാത്മാ. തിരുവയ്ക്കത്തപ്പാ ശരണം. പാർവതീവല്ലഭാ ശരണം. പുണ്യാത്മാക്കളെ, ചെമ്മനാട്ട് ദേവിയുടെ തിരുസന്നിധാനത്തിൽ നടക്കുന്നതായ അഖില ഭാരത ശ്രീമദ് മഹാഭാഗവത സത്രത്തില് ഒരു ഭാഗവാക്കാകുവാൻ സാധിച്ചതിൽ ജന്മാന്തര പുണ്യം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിന് അർഹനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. ഇവിടെ ഏതാണ്ട് കൊല്ലന്റെ ആലയില് സൂചി വിൽക്കാൻ പോയ ആളുടെ കഥ പോലെ ആയിത്തീരും. മഹാരഥന്മാരായിരിക്കുന്ന പരമജ്ഞാനികളായിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാര്, സന്യാസി ശ്രേഷ്ഠന്മാര്, ഉത്തമ ബ്രാഹ്മണ വൈദിക ശ്രേഷ്ഠന്മാരൊക്കെ കൈകാര്യം ചെയ്യുന്നതായ ഒരു വിഷയമാണ് ഈ സത്രവേദിയിൽ ഈ ആചാര്യസ്ഥാനം അലങ്കരിക്കുക എന്നുള്ളത്. പിന്നെ എന്തിനായിട്ട് ഇന്ന് ചാടിപ്പുറപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ശ്രീരാമചന്ദ്രസ്വാമിയുടെ കാലത്ത് അവിടെ ആ ചെറ കെട്ടാൻ തുടങ്ങിയ സമയത്ത്
ആജാനബാഹുക്കളായിരിക്കുന്നതായ വാനരന്മാർ, വലിയ വലിയ പർവ്വതങ്ങൾ തന്നെയാണ് ഭഗവാന് ആ രാവണന്റെ അടുക്കലേക്ക് പോകാൻ വേണ്ടിയിട്ട് സമുദ്രലംഘനത്തിന് സഹായം ചെയ്തു കൊടുത്തത്. ആ സമയത്ത് ശ്രീരാമചന്ദ്രസ്വാമിയെ സഹായിക്കാൻ ചെറിയൊരു അണ്ണാനും ചെന്നു എന്നാണ്. അണ്ണാൻ എന്താ ചെയ്തത്? നേരെ എന്ന് വെള്ളത്തിൽ മുങ്ങി നേരെ കരയ്ക്ക് വന്ന് ഉരുണ്ടു, നേരെ പിന്നെ ചെന്ന് മുങ്ങും. അതിന്റെ ശരീരത്ത് പറ്റുന്നതായ മണ്ണ് മാത്രം അവിടെ കൊണ്ടിടുക, അത്രേ പറ്റുള്ളൂ, അതേ സാധിച്ചുള്ളൂ എന്നാണ്. ഏതാണ്ട് ആ പർവ്വതുല്യ ശരീരങ്ങളായിരിക്കുന്ന വാനരന്മാര് ഭഗവാനെ അതേപോലെ സേവിക്കണ സമയത്ത് ഈ അണ്ണാൻ സേവിച്ചതുപോലെയാ. ഏതാണ്ട് അതുപോലെയാണ് ഈ സത്രവേദിയിലെ ഈ ഉള്ളവൻ ഇരിക്കണത്. ആ അണ്ണാന്റെ സ്ഥാനേ ഉള്ളൂ. മറ്റൊന്ന് പറയാനുള്ളത്, എന്നെ ഈ സത്രത്തിന് ക്ഷണിക്കുന്നത് തുറൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രഭാഷണം കേട്ടതിന്റെ പേരിൽ എന്നോ നടത്തിയതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നത് മള്ളിയൂർ ഇല്ലത്ത് വെച്ചാണ്. മള്ളിയൂർ ഇല്ലത്തുനിന്നാണ് വിളി വന്നത്. വിളിച്ചത് ഇതിന്റെ സംഘാടകരാണെങ്കിൽ പോലും ശിവപ്രസാദ് അദ്ദേഹമൊക്കെയാണ് വിളിച്ചത്. അവിടെ നിന്നാണ് വിളി വന്നത് ഈ സത്രത്തിന്. അതെടുത്തു പറയാൻ കാരണം, ഇക്കണ്ടതൊന്നും ഒരു ശാശ്വതമല്ല കുഞ്ഞേ, ഭക്ത്യാ ഭജിക്ക പുരുഷോത്തമപാദപത്മം. ഈ കാണൊന്നും ശാശ്വതമായിട്ടുള്ളതല്ല. നീ ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്ക്. എത്ര തന്നെ പഠിച്ചാലും ജോലി വേണമെങ്കിൽ അന്വേഷിച്ച് അങ്ങോട്ട് പോകണം. നീ ഇവിടെ ഇരുന്ന് ഞാൻ പറയുന്നതനുസരിച്ച് ഭഗവാനെയും ദേവിയെ സേവിച്ചോളൂ. ചോറ്റാനിക്കരമേ ഗുരുവായൂരപ്പനെ വെച്ച് വീട്ടിൽ പൂജയുണ്ട്, അച്ഛൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഇക്കണ്ടതൊന്നും ഒരു ശാശ്വതമല്ല കുഞ്ഞ്, ഭക്ത്യാ ഭജിക്ക പുരുഷോത്തമപാദപത്മം. ഭക്തിയോടുകൂടി നീ ഇവിടെ ഇരുന്ന് ഭജിച്ചോളൂ, നിനക്ക് ഇങ്ങോട്ട് വന്നു ചേരുന്നു പറഞ്ഞു അച്ഛൻ. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഗുരുവായൂരപ്പനെയും ദേവിയെയും സേവിച്ചിട്ട് അച്ഛന്റെ മരണശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ ഗുരുവായൂരപ്പന്റെ ഒരു സ്വപ്നദർശനം. സ്വപ്നദർശനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ വിചാരിക്കും, മറ്റൊരാളോട് പറഞ്ഞാൽ എന്തോ അച്ഛൻ മരിച്ചു പോകാന്റെ വികല്പമാണെന്ന് പറയും. അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. എന്താണ് സ്വപ്നദർശനത്തില്? ഉണ്ണി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഉണ്ണിക്ക് വേണ്ട ഉപദേശവും സംശയ നിവാരണവും അനുഗ്രഹവും ഉണ്ടായിത്തീരട്ടെ, ഭാഗവത ഹംസം മള്ളൂർ ശങ്കര തിരുമലയെ പോയി ദർശിക്കൂന്ന്. അങ്ങനെ ഗുരുവായൂരപ്പന്റെ സ്വപ്നദർശനം ഉണ്ടാകുകയും പിൽക്കാലത്ത് അദ്ദേഹത്തിനെ ദർശിക്കാൻ പണമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് വീട്ടിൽ വെച്ചുപൂജയുണ്ട്. ഇതാ നവരാത്രി വരികയും ദുർഗാഷ്ടമി ദിവസം ധാരാളം ഭക്തജനങ്ങൾ അവിടെ വന്നു ചേരുകയും അതിന് ദക്ഷിണാധികാരികൾ കിട്ടുകയും ആ പൂജ വെച്ചതെല്ലാം എടുത്തു കൊടുക്കുന്ന സമയത്ത് വിദ്യാരംഭ ദിവസം കുടുംബസമേതം അയൽവക്കത്തുകാരെല്ലാവരും കൂടി വരികയും എല്ലാവരും ദക്ഷിണ അതിന്റെ കയ്യും പോക്കറ്റിൽ നിറയുകയും അങ്ങനെ പൂജാവിധാനത്തിൽ തന്നെ ഭഗവാൻ അതിനുള്ള ധനം എത്തിക്കുകയും അതും കൊണ്ട് മള്ളിയൂരിലത്തേക്ക് ഞാൻ പോയി. മള്ളിയൂരിലെത്തി എന്നപ്പോ മള്ളിയൂർ തിരുമേനി മാത്രമില്ല, ഈ പരമേശ്വരൻ കുട്ടൻ ഇപ്പൊ ഇവിടെ നിന്ന് എഴുതിൽ പോയ പരമേശ്വരൻ കുട്ടികളെ എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നേരെ കുമാരനല്ലൂർ ദേവീ ക്ഷേത്രത്തിൽ ചെന്നാൽ മള്ളൂർ തിരുമേനി അച്ഛനെ കാണാം. അച്ഛനെ അതുവഴി സാധാരണ അവിടെ സപ്താഹമാണ് നവരാത്രിക്ക്, ദുർഗാഷ്ടമിക്ക് സപ്താഹം തീർന്നാൽ അവിടെ ഭജന ഇരിക്കും. ഭജന ഇരുന്നാൽ വിദ്യാരംഭ ദിവസം കുട്ടികളെ എടുത്തിനെത്തി തിരിച്ചില്ലത്തേക്ക് മടങ്ങും. ഇപ്രാവശ്യം ഇങ്ങനെ വരില്ല, മൂവാറ്റുപുഴ ഒരു സപ്താഹമുണ്ട്, ഞാനും ചെല്ലേണ്ടതാണ്, പെട്ടെന്ന് എന്നാൽ അച്ഛനെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇല്ലത്ത് നിന്ന് പിന്നെ അടുത്ത ബസ്സിൽ കയറി ഏതായാലും അവിടെ ചെന്നപ്പോ അകലമുണ്ട്, ഏതാണ്ട് മധ്യാഹ്ന സമയം. ആ സമയത്താണ് ചെന്ന് നോക്കുമ്പോ അങ്കുലീപരികുലമായിട്ട് ജനങ്ങളെ ഉള്ളൂ, വേറെ ആരും കാണില്ല. തിരുമേനി അന്വേഷിച്ച് പറയാണ്, തിരുമേനി കുളിക്കാൻ പോയിട്ടുണ്ട്, കുട്ടികളെ എടുത്തിട്ട് ശുദ്ധിക്ക് കുളിക്കാൻ പോയിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോ ഇതാ കുളിച്ച് ശുദ്ധമായിട്ട് വരുന്ന തിരുമേനിയാ കാണുന്നത്. തിരുമേനിയോട് സങ്കടങ്ങളെ പറഞ്ഞ് പാദത്തിൽ വേണം നമസ്കരിച്ചപ്പോ തിരുമേനി പറഞ്ഞ് ഞാൻ തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ വിളിച്ചിരുത്തി എനിക്ക് ഉപദേശം തരണം. സുദാമാവ് കൃഷ്ണനെ കാണാൻ പോയിട്ട് തിരിച്ചില്ലത്തേക്ക് മടങ്ങുമ്പോൾ വഴിമധ്യത്തിലാണ് ഓർക്കണത്, കൃഷ്ണ ഞാൻ എന്ത് ചെന്ന് പറയേണ്ടു എന്റെ പത്നിയോട്, എന്തെല്ലാമാണ് എന്നോട് പറഞ്ഞു വിട്ടത്, എനിക്കൊന്നും പറയാൻ എന്ത് എന്ന് പറയേണ്ടു, ഭഗവാന്റെ പരിചരണത്തിൽ ഞാൻ ആകൃഷ്ടനായി ഇരുന്നു പോയല്ലോ എന്ന് ചിന്തിക്കണത്. പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നു സുദാമാവ് എന്ന് പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചത്? വീട്ടിലേക്ക് മടങ്ങണ സമയത്ത് ഞാൻ ആലോചിച്ചു, ഗുരുവായൂരപ്പ, തികച്ചും അജ്ഞാനിയായി അവിവേകിയായി വിദ്യാവിഹീനായിരിക്കുന്ന ഈ ഉള്ളവന് അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂരപ്പനെ സേവിച്ച് ആ ഗുരുവായൂരപ്പന്റെ സ്വപ്നദർശനം വന്ന് അതും ചോറ്റാനിക്കരമയും കൂടി ഒരുമിച്ചാണ് വെച്ച് പൂജിക്കണത്. അതുകൊണ്ട് ഇതാ പോയി മള്ളൂർ തിരുമേനിയെ പോയി ദർശിക്കുമെന്ന് പറഞ്ഞപ്പോ
തിരുമേനിയെ കാണാൻ വിദ്യാരംഭ ദിവസമാണ് പണം കിട്ടിയത്, അതുകൊണ്ടാണ് അന്ന് പോകാൻ പോണത്. ആ തിരുമേനിയെ ഇല്ലത്ത് കാണിക്കാതെ അമ്മയുടെ സന്നിധാനത്തിൽ കാണിക്കണം. കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിലെ സപ്താഹയജ്ഞശാലയില് ആ സമയത്ത് കുളിച്ചു വന്നിരിക്കണം. 12 മണി സമയം. കോടി വസ്ത്രം തച്ചെടുത്ത് ഭസ്മക്കുറിയായിട്ട് ഒരു കിണ്ടി വെള്ളമായിട്ട് വരണ വരവാണ് കണ്ടത്. അങ്ങനെ വന്ന തിരുമേനിയെ ആ യജ്ഞശാലയിൽ വിളിച്ചിരുത്തി എനിക്ക് ഉപദേശം തരണം. എന്നാ ദിവസം? വിദ്യാരംഭ ദിവസം. സമയം അഭിജിത് മുഹൂർത്തം. സ്ഥലം ദേവീക്ഷേത്ര സന്നിധി. ഉപദേശം തരണത് യജ്ഞശാലയിൽ വെച്ച്. ഉത്തമ ബ്രാഹ്മണ വൈദിക ശ്രേഷ്ഠനും ഭാഗവത്തിൽ അഗ്രേസനുമായിരിക്കുന്ന മള്ളൂർ ശങ്കരൻ തിരുമേനി. ഒരിക്കലും അദ്ദേഹം ആർക്കും അങ്ങനെ ഒരു ഉപദേശം കൊടുത്തു കാണില്ല, അങ്ങനെ ഒരു സന്ദർഭം ആർക്കും കിട്ടിക്കാണില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആര് വിധിച്ചു ഇത്? ആരാ തീരുമാനിച്ചത്? അതിന് കാരണം ഇവിടുത്തെ എന്റെ വിഷയം ഭാഗവതവും ഭക്തിയും. പ്രഭാഷണം 28-ാം തീയതി വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 30-ാം തീയതി എന്ന് പറഞ്ഞു. 30-ാം തീയതിയാണ് ഇവിടെ പ്രോഗ്രാമിൽ വെച്ചിരിക്കുന്നത്, 7 മുതൽ 8 വരെ. ഇന്ന് സാന്ദർഭികമായിട്ട് ഇന്ന് വരേണ്ടതായിട്ട് വന്നു, പകരമായിട്ട്. അതവിടെ ഇരിക്കട്ടെ. ഇവിടെ അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശവും അച്ഛന്റെ നിർദ്ദേശവും ഗുരുവായൂരപ്പന്റെ സ്വപ്നാർച്ചനവും മള്ളൂർ തിരുമയുടെ ഉപദേശവും സർവോപരി ആ ഭഗവാന്റെയും ദേവിയുടെ അനുഗ്രഹവും ഇവിടെയുള്ള ഭക്തജനങ്ങളുടെ അനുഗ്രഹവുമാണ് ഈ വേദിയിൽ ഇപ്പൊ വരുവാൻ സാധിച്ചത്. ഇവിടെ വന്ന് പറയുന്ന ഇനി വരാൻ പോകുന്ന ആചാര്യന്മാരെല്ലാം മഹാപണ്ഡിതന്മാരും ജ്ഞാനികളുമാണ്. തികച്ചും അജ്ഞാനിയായി അവിവേകിയായിരിക്കുന്ന ഈയുള്ളവൻ മുൻകൂട്ടി ഒരു ജാമ്യം എടുക്കണോ? ഈയുള്ളവൻ ഒന്നും അറിയില്ല കേട്ടോ. എങ്കിലും ഞാൻ തുടക്കം കുറിച്ചത് പുണ്യാത്മാക്കളെ എന്നാണ് അഭിസംബോധന ചെയ്തത്. എന്താണ് പുണ്യാത്മാക്കളെ എന്ന് അഭിസംബോധന ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ജന്മാന്തര ഭവേത് പുണ്യം തഥാ ഭാഗവതം തരേ. ജന്മജന്മാന്തരത്തിലെ പുണ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഭാഗവതം കരഗതമാകുള്ളൂ എന്നാണ്. അതിൽ ഒരു മനുഷ്യജന്മം കിട്ടണമെങ്കിൽ 84 ലക്ഷം ജന്മം ജനിച്ചു മരിച്ച് സുഖം സമ്പാദിച്ചു കഴിയുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടണമെന്നാണ്. നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാലത്തെ പറ്റി നമുക്ക് ശരിയാ. 84 ലക്ഷം ജന്മം, അത് 4 വിഭാഗത്തിലായിട്ടാണ് എന്ന് പറയണോ. ഒന്ന് ജലജീവിയായിട്ട്, പിന്നെ ഫംഗസുകളായിട്ട്, പിന്നെ മുട്ട വിരിഞ്ഞുണ്ടാകണത്, പിന്നെ പ്രസവിച്ചുണ്ടാകണത്. ഇങ്ങനെ 4 വിഭാഗത്തിലായിട്ട് ഓരോ വിഭാഗത്തിലും 21 ലക്ഷം ജന്മം വെച്ച് 21 × 4 എന്ന് വെച്ചാൽ 84 എന്ന് കിട്ടും നമുക്ക്. അങ്ങനെ 84 ലക്ഷം ജന്മം ജനിച്ചു മരിച്ച് സുഖം സമ്പാദിച്ചു കഴിയുമ്പോഴാണ് ഈ മനുഷ്യജന്മം നമുക്ക് കിട്ടുന്നത്. ഇനി ഈ മനുഷ്യജന്മം എന്ന് പറയണത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ന് അത്യുന്താനീയ യുഗമാണ്. ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് എല്ലാവരുടെ കയ്യിലും മൊബൈലും മറ്റുള്ളതും ഒക്കെ ഉണ്ട്, ഫോണൊക്കെ. എല്ലാം നമുക്ക് കൈ പിടിയിൽ ഒതുക്കണം. വിരലുകൊണ്ട് സ്പർശിക്കുമ്പോൾ തന്നെ എല്ലാം കാണാൻ സാധിക്കണം. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ലോകം മുഴുവൻ തകർക്കാൻ പാകത്തിലുള്ളതായ അനുഭവങ്ങളും മറ്റുള്ളവർ കണ്ടുവച്ചിരിക്കുന്നു. ഇളകി മറിയുന്നതായ സമുദ്രം കടന്നു പോകാൻ വേണ്ടിയിട്ട് അന്തർവാഹിനി കപ്പലുകള് അന്തർവാഹിനി കപ്പലുകള് വിമാനങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. മനുഷ്യൻ ചന്ദ്രനിൽ പോയി ഇറങ്ങിയിരിക്കണം. ചൊവ്വയിൽ ഇതാ ശാസ്ത്രജ്ഞന്മാര് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധിശക്തി എവിടം വരെ പോയി നിൽക്കുന്നു. എന്നാൽ മനുഷ്യ, നീ അങ്ങനെ മതിച്ചു പോകണ്ട. എന്താ മനുഷ്യൻ എന്ന് വെച്ചാൽ, എന്താ മർത്യൻ എന്ന് വെച്ചാൽ, എന്താ മനുഷ്യൻ എന്ന് വെച്ചാൽ മനനം ചെയ്യാൻ കഴിവുള്ളവനാരോ അത് മനുഷ്യൻ. നീ അങ്ങനെ മതിച്ചു പോകണ്ട. നിനക്ക് മറ്റൊരു പേരും കൂടി ഉണ്ട്, മർത്യൻ എന്ന്. എന്താണ് മർത്യൻ എന്ന് വെച്ചാൽ? മർത്യൻ എന്ന് വെച്ചാൽ മരണമുള്ളവൻ എന്ന് സാരം. അങ്ങനെ നീ മതിച്ചൊന്നും പോകണ്ട, ഇതാ വരുന്നു നിനക്ക് മരണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും വേണ്ടില്ല, അവസാനം നമുക്ക് എന്ത് കൊണ്ടുപോകാൻ സാധിക്കും? നമുക്ക് എന്താണ് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ബന്ധമില്ല, ബന്ധുവില്ല, സ്വന്തമല്ലൊന്നും. നമ്മൾക്ക് അന്ത്യകാലം ബന്ധുവെന്നത്
സ്വന്തമാത്മാവ്. ബന്ധമില്ല ബന്ധുവില്ല സ്വന്തമല്ലൊന്നും, നമ്മൾക്ക് അന്ത്യകാലം ബന്ധുവെന്നത് സ്വന്തമാത്മാവ്. സൗന്ദര്യമുള്ള ഭാര്യയെ കൊണ്ടുപോകാൻ പറ്റുമോ? വിദേശത്തെ മക്കളെ കൊണ്ടുപോകാൻ പറ്റുമോ? കൊട്ടാരസദൃശമായ വീട് കൊണ്ടുപോകാൻ പറ്റുമോ? കിലോ കണക്കിന് സ്വർണം ലോക്കറിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? നമുക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, അത് കൊണ്ടുപോകാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ സ്ഥാനമാനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ബന്ധമില്ല ബന്ധുവില്ല സ്വന്തമല്ലൊന്നും, നമ്മൾക്ക് അന്ത്യകാലം ബന്ധുവെന്നത് സ്വന്തമാത്മാവ്. ഈ കണ്ടതൊന്നും കൊണ്ടുപോയി കണ്ടതില്ലാരും, പിന്നെ എന്തിന് നീ കണ്ടതെല്ലാം സ്വന്തമാക്കുന്നു. ബന്ധമില്ല ബന്ധുവില്ല സ്വന്തമല്ലൊന്നും, നമ്മൾ അന്ത്യകാലം ബന്ധുവെന്നത് സ്വന്തമാത്മാവ്. ഉള്ളതൊന്നും ഉള്ളിലല്ലാതല്ല മറ്റെങ്ങും, ഉള്ളതൊന്നും ഉള്ളിലല്ലാതല്ല മറ്റെങ്ങും, അത് കണ്ടിടാനായി ഉള്ളിനുള്ളിൽ ചെല്ലണം നമ്മൾ. ഉള്ളുണർന്നു അല്ലലിൽ കല്ലോലമൊന്നും തെല്ലുമില്ലിങ്, അത് കണ്ടിടാനായി ഉള്ളിനുള്ളിൽ ഉല്ലസിച്ചിടും. അല്ലലിൽ കല്ലോലമൊന്നും തെല്ലുമില്ലിങ്, അത് ഉള്ളതുപോലെ ഉള്ളിനുള്ളിൽ ഉല്ലസിച്ചിടും. ഉള്ളുണർന്ന ഉള്ളറിയാൻ ഉള്ള മാർഗത്തെ നേരായി ചൊല്ലിടാം ഞാൻ എന്ന ഭാവം നല്ല പോൽ പോണം. ഉള്ളതല്ലാതുള്ളതിൽ നിന്നുള്ളതിൽ ചൊല്ലാൻ നമ്മൾ ഉള്ളിണക്കം നല്ല പോലെല്ലാരിലും വേണം. ബന്ധമില്ല ബന്ധുവില്ല സ്വന്തമല്ലൊന്നും, നമ്മൾ അന്ത്യകാലം ബന്ധുവെന്നത് സ്വന്തമാത്മാവ്.